തൃശൂർ മലക്കപ്പാറ അന്തർസംസ്ഥാന പാതയിൽ റോഡ് തടഞ്ഞ ഒറ്റയാൻ കബാലിയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ. തമിഴ്നാട് സ്വദേശികളാണ് ആനയ്ക്ക് തൊട്ടരികിൽ വാഹനം ഓടിച്ചെത്തി പ്രകോപനം സൃഷ്ടിച്ചത്. മതപ്പാടുള്ള ആനയെ പ്രകോപിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സൂരജ് സജീവങ്ങളും വെച്ചിരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. ആനയ്ക്ക് അതിനേക്കാൾ ബോധമുണ്ട്. ഹാഷ്മി, അത് തന്നെയാണ്. അതായത് വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഇതൊക്കെ മറികടന്നാണ് ഈ തമിഴ്നാട് സ്വദേശികൾ ഈ വാഹനം മുന്നോട്ട് കയറ്റി കൊണ്ടുവരുന്നതും പിന്നീട് ഈ ആനയുടെ മുന്നിൽ നിർത്തി വലിയ രീതിയിൽ ഈ വാഹനത്തിന്റെ ഹോൺ മുഴക്കുകയും ഒക്കെ ചെയ്തു. എത്രമാത്രം ആനയെ പ്രകോപിപ്പിക്കാവോ അത്രമാത്രം ആനയെ പ്രകോപിപ്പിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങൾ ശരിവെക്കുന്നുണ്ട്. ഈ ആനയെ സംബന്ധിച്ച് വലിയ മതപ്പാടിലുള്ള ആനയാണ് കബാലി. ഈ ആന മതപ്പാടിലേക്ക് പോയതിന് പിന്നാലെ വനംവകുപ്പ് തന്നെ വലിയ അറിയിപ്പൊക്കെ കൊടുത്തു. ഇതിലൂടെ പോകുന്ന സമയത്ത് ആനയെ കണ്ടാൽ ഒരു തരത്തിലും ഹോൺ മുഴക്കരുത്, സ്വാഭാവികമായും ആന മതപ്പാടിലായതുകൊണ്ട് തന്നെ തിരിച്ചൊരു പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പെല്ലാം തന്നെ വനംവകുപ്പ് നൽകിയതാണ്. ഇപ്പോൾ ഇവർ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വഴിയാണ് കയറി വരുന്നത്. അതായത് മലക്കപ്പാറയിൽ നിന്ന് കയറി വരുന്ന സമയത്ത് അവിടെയും ഈ യാത്രക്കാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. വന്യജീവികളെ കണ്ടാൽ അവിടെ വാഹനം നിർത്തരുത്, ഹോൺ മുഴക്കരുത് എന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ വാഹനങ്ങൾ കയറ്റിവിടുന്നത്. അങ്ങനെ കയറി വന്ന വാഹനമാണ് ഈ കബാലിയെ കാണുന്ന സമയത്ത് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഹീറോയിസം കാണിക്കുന്നതിന് വേണ്ടി ആനക്കരികിലെത്തി ഹോൺ മുഴക്കിയത്. അവിടെ ഉണ്ടായിരുന്ന, അതായത് നിർത്തിയിട്ടിരുന്ന ഹോൺ പോലും മുഴക്കാത്ത 2 കാറുകൾ ആന തകർത്തിരുന്നു. അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവരെത്തി ആനയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഈ വാഹനം കണ്ടെത്തുന്നതിനുള്ള നടപടി വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കബാലി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഈ റോഡിൽ നിലയുറപ്പിക്കുന്നതും പിന്നീട് 12 മണിക്കൂറോളം നേരമാണ് ആന ഈ റോഡാകെ തടഞ്ഞിട്ടുകൊണ്ട് ഈ യാത്രക്കാരുടെ വഴി മുടക്കിയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ആനയെ പ്രകോപിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. കാശ്മീർ എന്തായാലും ആനയ്ക്ക് മതപ്പാടുള്ള സമയമാണ്, അത്രയേറെ അസ്വസ്ഥമായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ ശക്തമായ വെളിച്ചം കണ്ണിലേക്ക് അടിക്കുക, ഹോൺ കേൾക്കുക എന്നൊക്കെ പറയുന്നത് അതിന് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കും എന്ന് അവർക്കും അറിയാം. പക്ഷേ ഈ പറയുന്നത് പോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭാഷ വല്ലതും ഒരു പ്രശ്നമായിരുന്നു എന്നറിയില്ല. തമിഴ്നാട്ടുകാരാണ്. എന്തായാലും മുന്നിലേക്ക് ആനയാണെന്നും സൂക്ഷിക്കണമെന്നും ഇങ്ങനെ കാണിക്കരുതെന്നും അറിയാൻ സാമാന്യബോധം മതി. അവിടെ നേരത്തെ പറഞ്ഞു ആനയ്ക്ക് ഒരുപക്ഷെ അവരൊക്കെ ബോധം ഉണ്ടാവും എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ തന്നെ കബാലി കലിപ്പാണ്. എന്തായാലും അത് ചാടി വീണ ആക്രമിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥയാവുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.